താനൊരു ഹിന്ദുവാണെന്ന് തന്റെ പ്രവൃത്തിയിലൂടെ തുറന്നു കാണിച്ച് വിവാദങ്ങൾക്ക് പ്രതിഷേധങ്ങൾക്ക് ഇരയായിട്ടുള്ള വ്യക്തിയാണ് വിവേക് രാമസ്വാമി. ആദ്യം അമേരിക്കയിലെ സമ്പന്ന സംരംഭകനായ ചെറുപ്പക്കാരൻ എന്ന നിലയിൽ പേര് കേട്ട് പിന്നീട് ട്രംപിനെതിരെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിനായി പോരാടി. പിന്നീട് അദ്ദേഹത്തെ പിന്തുണച്ചു. ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ മസ്കിനൊപ്പം ഡോജിന് തലപ്പത്തിരുന്ന ഏറ്റവും ഒടുവിലേത ഒഹായോ ഗവർണറാകാനുള്ള സ്യൂട്ടും തുന്നിക്കാത്തിരിക്കുന്ന ഒരു മലയാളിയാണ് വിവേക് രാമസ്വാമി. ഇപ്പോഴത്തെ ഒഹായോ ഗവർണറാകാനുള്ള എല്ലാ സാധ്യതകളും വിവേക് രാമസ്വാമിക്ക് ആയതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ ഹിന്ദുമത പ്രവർത്തികൾ വീണ്ടും ചർച്ചയാവുകയാണ്. സ്വന്തം വീട്ടിൽ വെച്ച് ചെരുപ്പോ സോക്സോ ധരിക്കാതെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന പഴയൊരു വീഡിയോയുടെ ക്ലിപ്പുകൾ പങ്കുവെച്ചുകൊണ്ടാണ് വിവേകിനെതിരെ വംശാധിക്ഷേപം നടക്കുന്നത്. ആന്റി അമേരിക്കൻ അപരിഷ്കൃതർ തുടങ്ങിയ പദപ്രയോഗങ്ങളാണ് വിവേകിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഇത് കിളിപ്പോയ കോടീശ്വരന്റെ സ്വഭാവമല്ല, മറിച്ച് ഒരു മൂന്നാം ലോക രാജ്യത്തെ അമ്മാവിന്റെ ഊർജ്ജമാണ് എന്നിങ്ങനെയാണ് കമന്റുകൾ. ഏതായാലും തനിക്ക് നേരെ കൂരമ്പുകളായി വരുന്ന വംശാധിക്ഷേപങ്ങളെയെല്ലാം തള്ളി 2026 തിരഞ്ഞെടുപ്പിൽ വിവേക് ഒഹായോയുടെ ഗവർണറായി അധികാരം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതീക്ഷ വയ്ക്കുന്നത്. വിവേകിന് ഉറച്ച പിന്തുണയുമായി സാക്ഷാൽ ട്രംപും കൂടിയുള്ളതും പ്രതീക്ഷ ഇരട്ടിപ്പിക്കും.